നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മിഥുന മാസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഈ മിഥുന മാസത്തിൽ വന്നു ചേരുന്നതാണ്. ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ സമയവും ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമായിരിക്കും അധികരിച്ച് കാണപ്പെടുന്നത്. അപ്പോൾ ഈ മിഥുന മാസത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനമായ മാറ്റത്തെ നൽകുന്നതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, പ്രാർത്ഥന, വഴിപാടുകൾ ഇവയൊക്കെ നിങ്ങൾ നടത്തുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഈ മിഥുന മാസത്തിൽ തന്നെ അനുഭവയോഗ്യമായി മാറുന്നതാണ്. അപ്പോൾ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ മിഥുന മാസം ഇരട്ട രാജയോഗം തുടങ്ങിക്കഴിഞ്ഞു. രാജയോഗം ഈ നാളുകാർക്ക് വളരെയധികം നേട്ടത്തെ പ്രദാനം ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി എത്തുന്നതാണ്. വളരെയധികം നേട്ടങ്ങൾ കൈവന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ധാരാളം മേന്മകൾ വന്നു ചേരും. ഭൂമി വാങ്ങാനുള്ള ഭാഗ്യം വന്നു ചേരും. വാഹന യോഗം കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. കൂടാതെ വ്യാപാരമൊക്കെ നടത്തുന്ന വ്യവസായികൾക്ക്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടം വന്നു ചേരും. ആശയവിനിമയ മാർഗത്തിന് ഉള്ള പുതിയ ഉപാധികൾ നിങ്ങളെ തേടിയെത്തും. അല്ലെങ്കിൽ ആശയവിനിമയം കൊണ്ട് നേടാവുന്ന രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നേട്ടം വന്നു ചേരും. വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതികൾ കീഴടക്കാൻ സാധിക്കും. കൂടാതെ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. പ്രണയബന്ധങ്ങളിൽ ദൃഢത വന്നു ചേരും. ഉലച്ചിലുകളൊക്കെ മാറുന്നതായിരിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇരട്ട രാജയോഗം വളരെയധികം നേട്ടങ്ങൾ നൽകുന്നുണ്ട് 5 നക്ഷത്രക്കാർക്ക്. ഈ മിഥുനമാസത്തിൽ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വമ്പൻ മാറ്റങ്ങൾ വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട. വളരെയധികം നേട്ടങ്ങൾ വരും. വളരെയധികം ഗുണാനുഭവങ്ങൾ 5 നക്ഷത്രക്കാരെ തേടിയെത്തും. ഇരട്ട രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാവിധ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമാണ് രാജയോഗം എന്ന് പറയുന്നത്. രാജകല, രാജയോഗം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവിധ നേട്ടങ്ങളും ഭാഗ്യത്തോടു കൂടിയുള്ള ജനനത്തെ രാജകലയുണ്ട്. നമ്മൾ പറയാറുണ്ട് അവന് രാജകലയുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധ ഗുണാനുഭവങ്ങളും അനുഭവിക്കാനുള്ള യോഗം അവനുണ്ട്. രാജയോഗത്തോടു കൂടി അവൻ ഭൂമിയിലേക്ക് ഭൂജാതൻ ആയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ ഈ മാസം വന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രാജയോഗം വന്നണഞ്ഞിരിക്കുന്നു 5 നക്ഷത്രക്കാർക്ക്. അതും വെറും രാജയോഗമല്ല, ഡബിളായിട്ടുള്ള, ഇരട്ടിയായിട്ടുള്ള ഇരട്ട രാജയോഗമാണ് ഈ 5 നക്ഷത്രക്കാർക്ക് വന്നണഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം പറഞ്ഞത് മറക്കാതിരിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഈ മിഥുന മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്ന 5 നക്ഷത്രക്കാർ കൂടാതെ ഏവരും പോയി പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ മിഥുന മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. ഇരട്ട രാജയോഗം ലഭിക്കാൻ തുടങ്ങിയ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നാളുകാർക്ക് ഈ മിഥുന മാസത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സന്തോഷകരമായ പല നിമിഷങ്ങൾ, സന്തോഷകരമായ പല കാര്യങ്ങൾ ഇതൊക്കെ സംഭവിക്കും. അനുഭവിക്കാൻ യോഗമുണ്ട്. ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തീർപ്പുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു, കേസ്, കോടതി, വഴക്ക്, വക്കാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മോചനമുണ്ടാകും. കൂടാതെ ഒരുപാട് നാളത്തെ അല്പം ഭൂമി സ്വന്തമാക്കണമെന്ന ആ സ്വപ്നം, അഭിലാഷം ഇതൊക്കെ നിറവേറുന്ന സമയം കൂടിയാകുന്നുണ്ട്. അപ്പോൾ വളരെയധികം യോഗങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതിൽ മറ്റൊരു എടുത്തു പറയേണ്ട യോഗം വാഹന യോഗമാണ്. വാഹന യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് വരുമാനത്തിലുള്ള വർധനവുണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ ജോലി ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ കാണൂ. അപ്പോൾ വരുമാനം അതിനനുസരിച്ച് കാണുകയുള്ളൂ. ഈ ഒരു സമയം ഒന്നിലധികം ആളുകൾക്ക് ജോലി വന്നു ചേരും. ജോലിക്കുള്ള ഭാഗ്യം ലഭിക്കും. അതുവഴി കുടുംബത്തിൽ തന്നെ മറ്റൊരു വരുമാന മാർഗം കൂടി വന്നണയുന്നതാണ്. അപ്പോൾ വലിയ നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ എന്നിവയൊക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് മിഥുനമാസത്തിൽ വന്നു ചേരാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ അനുഭവത്തിൽ വരുന്ന വളരെ ഭാഗ്യദായകമായ ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ച ഉറപ്പായ ഒരു സമയമാണ് ഈ മിഥുനമാസം. ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ തോതിലുള്ള മാറ്റം ഉണ്ടാകും. സമ്പത്തിൻ്റെ ഒരു
അഭാവമുണ്ടായിരുന്നു ജീവിതത്തിൽ, സമ്പത്തില്ലാത്ത അവസ്ഥ, അതിൽ നിന്നൊരു മാറ്റമുണ്ടാകുന്നതാണ്. ഗണ്യമായ തോതിലുള്ള ധനസമ്പാദനം ഉണ്ടാകും, ജോലി കൊണ്ട് മുന്നേറാൻ സാധിക്കും, മികച്ചൊരു ആരോഗ്യമുണ്ടാകും. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക്, വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മികച്ച ആരോഗ്യം വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ ഇരട്ടിയാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഇരട്ട രാജയോഗം എന്ന് പറഞ്ഞത്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം മറക്കേണ്ട, വളരെയധികം മാറ്റത്തെ പ്രദാനം ചെയ്യും. ഈ ഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഒരു കോട്ടവും തട്ടാതെ ഗുണാനുഭവങ്ങൾ ധാരാളമായി എത്തുന്നതിന് വിഷ്ണു ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, പ്രാർത്ഥന എന്നിവയിലൂടെ തന്നെ സാധ്യമാകും. മകയിരം നക്ഷത്രക്കാർക്കും മിഥുനമാസം മുന്നേറ്റത്തിൻ്റെ, നേട്ടത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ സമയമാണ്. ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പറ്റും, ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും, നാലാൾ അറിയുന്ന നിലയിലേക്ക് ഉയരാൻ പറ്റും. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കണം എന്ന് ഒരുപാട് നാളായി ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. രാജയോഗം തന്നെയാണ്. രാജാവിനെ പോലെ വസിക്കാനുള്ള എല്ലാവിധ ഗുണാനുഭവങ്ങളും തികഞ്ഞ ഒരു സമയം തന്നെയാണ് ഈ മിഥുനമാസം. അപ്പോൾ എല്ലാവിധ ഗുണങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകുന്നതാണ്. ബിസിനസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിത വളർച്ചയുണ്ടാകും, നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ ഇരട്ട രാജയോഗമായി തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വിഷ്ണു ക്ഷേത്ര ദർശനം മറക്കാതിരിക്കുക. മകം നക്ഷത്രക്കാർക്കും വളരെയധികം അനുകൂലമായ ഫലം തന്നെയാണ് ഈ ഒരു മാസം. ആരോഗ്യം മികച്ചതാകുന്ന സമയമാണ്. സാമ്പത്തികമായി വലിയ ഒരു മെച്ചമുണ്ടാകും, ഒരു വളർച്ചയുണ്ടാകും. ആകെ ഒരു സാമ്പത്തികമായി വളരെയധികം അധപതനത്തിലേക്ക്, നാശത്തിന്റെ വക്കിലേക്ക് ഇതൊക്കെ എത്തി നിന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ഇരട്ട രാജയോഗം നേട്ടമായി മാറുന്നത്. ബുദ്ധിമുട്ടുകളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ധനം കൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് നേട്ടത്തിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യ കൊണ്ട് ഉന്നതികൾ ഉണ്ടാകും. വിദ്യ കൊണ്ട് ഉയർച്ചയിലേക്ക് എത്താനായിട്ട് പല വിധത്തിൽ വിദ്യാ തടസ്സം വന്നവർക്ക് ഇതൊരു മാറ്റത്തിന്റെ സമയം തന്നെയാണ്. ജീവിതത്തിൽ ധാരാളം സന്തോഷം വന്നു ചേരും. ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള ഭാഗ്യം കൂടിയാണ് ഈ മിഥുന മാസം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത്. ചിത്തിരയാണ് അടുത്തതായുള്ള നക്ഷത്രം. ഈ നാളുകാർക്ക് ഈ മിഥുന മാസം വലിയ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയുണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഒരു ഉന്നതി ഉണ്ടാകും. സാമ്പത്തിക നിലയിൽ വലിയ വളർച്ച, മറ്റുള്ളവർക്ക് പോലും നിങ്ങളുടെ വളർച്ചയിൽ അത്ഭുതം തോന്നുന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. സമാധാനമുണ്ടാകും, സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നടയുന്ന സമയമാണ്. പുതിയ വീട്, വാഹനം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം കൂടിയാണ്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ വന്നു ചേരുന്നത്. ഇരട്ട രാജയോഗമാണ്. വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. 5 നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യം. ക്ഷേത്ര ദർശനങ്ങൾ, വഴിപാടുകൾ, നേർച്ച കാഴ്ചകൾ വെച്ച് ഭഗവാനെ പ്രീതനാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ നടത്തേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനമാണ്. ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാൻ ഇഷ്ടമുള്ള ഒരു തുളസിക്കതിരെങ്കിലും ആ നടയിൽ വെച്ച് ഈ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്ന് പോയി നോക്കുക. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ കഴിപ്പിച്ച് ആ ഫലത്തെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്.